നീ പൊക്കോ, ഞാൻ വന്നേക്കാം. അവന്മാരെന്നെ ചതിച്ചാടി. അങ്ങോട്ട് നടക്കാനാ പറഞ്ഞ് ഓരോരോ വേണ്ടാതിനങ്ങൾ കാണിച്ചു. എത്ര പറഞ്ഞാൽ ഇച്ചാനും മനസ്സിലാവുകയല്ലെന്ന് വെച്ചാ. എന്നാ നീ പറയുന്നേ? അവന്മാരെ അങ്ങനെ വിട്ടാ പറ്റുകയല്ല. എന്റെ കാശ് പോയെങ്കിൽ നന്നായി പോയി. ആരെങ്കിലും നിർബന്ധിച്ച കള്ളു കുടിക്കാനും ചീട്ട് കളിക്കാനും ബോധമില്ലാതെ ചീട്ട് കളിച്ച കാശ് പോവും. നീ പറഞ്ഞത് നേരാ, കാശ് വരുമ്പോ. എന്നാലും നമ്മൾ വീട് പണിയാൻ വെച്ച കാശ് പോയല്ലോ നോക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റി. എന്നതാ പറഞ്ഞേ? എന്നതാ പറഞ്ഞെന്ന്? കാശ് വരുമ്പോ അതാ ജീവിതം. പക്ഷെ ഒരു കാര്യമുണ്ട്, ചാണ്ടിച്ചായനോട് ഒരു ലക്ഷം മിണ്ടരുത്. ഞാൻ ചാണ്ടിച്ചായനോട് പറയും. ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചു. ഇത് പയ്യ പോലീസുകാർ പരിച്ചിട്ട് ചാണ്ടിച്ചായൻ പോയേക്കുവാ. തിരിച്ചു വന്നാലുടൻ ഒരു തീർപ്പുണ്ടാക്കി വെക്കൂ. പോലീസുകാർ മരിച്ചോ? ചാണ്ടിച്ചായൻ എപ്പോ പോയി? എന്നോട് സംസാരിക്കണ്ട. ജോണിച്ചായൻ മൈസൂരിൽ കിടന്ന് ചോര നീരൊക്കെ കൊണ്ടുവന്ന കാശ. സ്ഥലം വാങ്ങാനുള്ള കാശിന് പുറമെയാ അപ്പച്ച 25,000 വേറെ കൊടുത്തയച്ചത്. അവര് കാശുകാരായതുകൊണ്ട് കാശ് കൊടുത്തയച്ചു. പിന്നെ അതിനിപ്പോ ഇത്ര കണക്ക് പറയാതിരിക്കുന്നു. ജോണിയുടെ പെങ്ങക്ക് കാശ് കൊടുത്തു. നിന്റെ അപ്പൻ അയാളുടെ മോൾക്ക് കാശ് കൊടുത്തു. എനിക്കല്ലല്ലോ തന്ന്. ആണോ? അങ്ങനെയാണോ വിചാരിക്കുന്നത്? എങ്കിൽ പിന്നെ ആ കാശ് കൊണ്ട് ചീട്ട് കളിച്ച് കളയാൻ ഇച്ചാൻ എന്തു അവകാശം? ഞാൻ കൊണ്ടുപോയി എന്റെ ഭാര്യയുടെ കാശാടി. അവൾക്കത് ആര് കൊടുത്തുന്ന് എനിക്കറിയേണ്ട കാര്യമില്ല. ഇല്ല കാര്യമില്ലേ? ഇച്ചാന്റെ ഭാര്യ എങ്ങനെ കാശ് കൊണ്ടുവന്നാലും അത് എവിടുന്നാ കിട്ടിയെന്ന് ഇച്ചാൻ ചോദിക്കല്ലേ? നീ പറഞ്ഞ എന്നെ ഉദ്ദേശത്തിലാടി.